ലോട്ടറി സമ്പ്രദായ പരിഷ്കരണത്തിനൊരുങ്ങി മഹാരാഷ്ട്ര. ലോട്ടറി എടുക്കുന്നവർക്ക് ആർക്കും പണം നഷ്ടമാകാതിരിക്കാൻ നടപടി വേണമെന്നാണ് സർവകക്ഷി സമിതി റിപ്പോർട്ടിലെ ശുപാർശ. ലോട്ടറി തുക ഉത്പാദന മേഖലയിൽ നിക്ഷേപിക്കണമെന്നും ഇത് 5 വർഷത്തിനു ശേഷം പലിശ സഹിതം തിരിച്ചു നൽകണമെന്നുമാണ് നിർദ്ദേശം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണല്ലോ ഇതിൽ. ഈ ലോട്ടറി എടുക്കുന്നവർക്ക് പണം നഷ്ടമാകാത്ത തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാന ശുപാർശയായി വരുന്നുണ്ട്. ഇത് നടപ്പാക്കാൻ ഒരുങ്ങുകയാണോ സർക്കാർ? മഹാരാഷ്ട്ര എന്നത് ലോട്ടറിയിൽ നിന്ന് കാര്യമായ വരുമാനം ലഭിക്കാത്ത ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ ഏതാണ്ട് 12,000 കോടി രൂപയുടെയെങ്കിലും വരവ് ചെലവ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ അത് വെറും 30 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് ലോട്ടറി സംവിധാനത്തെ പൂർണ്ണമായി തന്നെ ഒന്ന് പരിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ. അങ്ങനെയാണ് ഒരു സർവകക്ഷി സമിതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അവർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ലോട്ടറി സമ്പ്രദായത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാവുന്നതും അത് ധനമന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്യും. അതിലെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശമാണ് ലോട്ടറി എടുക്കുന്ന ആർക്കും ഇനി പണം നഷ്ടമാകരുത് എന്നത്. അതായത് ലോട്ടറി അടിച്ചില്ലെങ്കിൽ പോലും ആ തുക സംസ്ഥാന സർക്കാരിൽ നിക്ഷേപിക്കും. പിന്നീട് അത് ഉൽപാദന ക്ഷമതയുള്ള ഏതെങ്കിലും വിഭാഗങ്ങളിൽ വകുപ്പുകളിൽ ഉപയോഗിച്ച് അതിൽ നിന്ന് സർക്കാരിന് ഒരു വരുമാനം ഉണ്ടാക്കുകയും പിന്നീട് 5 വർഷത്തിന് ശേഷം ഈ പണം നിക്ഷേപിച്ച ആളുകൾക്ക് പലിശ സഹിതം തിരികെ കൊടുക്കുന്നതുമാണ് ആ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന്. ഇതുമൂലം ഒരു ചൂതാട്ടം എന്നുള്ള ചീത്തപ്പേര് ലോട്ടറിക്ക് മാറിക്കിട്ടും എന്നതാണ് ഈ സമിതിയെ നയിക്കുന്ന സുധീർ മുൻഗന്തിവാർ എന്ന മുൻ ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത്. അങ്ങനെ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു പരിഷ്കരണത്തിനാണ് മഹാരാഷ്ട്ര സർക്കാർ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത്. അതാണ്, ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പരിഷ്കരണത്തിന് മഹാരാഷ്ട്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ്. ലോട്ടറി എടുക്കുന്നവർക്ക് ആർക്കും പണം നഷ്ടമാകാതിരിക്കാനുള്ള നടപടി ഉൾപ്പെടെ ഒരു സർവകക്ഷി സമിതി ശുപാർശ നൽകിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.